ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിന്റെ പ്രത്യേകത, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബദ് എന്ന പ്രഭാതമാണ്. അപ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബദിൽ നിങ്ങൾ ഏവരെയും ശബദിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ മോർണിംഗ് മന്നയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മോർണിംഗ് മന്ന നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായി തീരേണ്ടതിന് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് കൂട്ടായ്മയുടെ പ്രവർത്തികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ടൊക്കെ നമ്മൾ കേട്ടുവരുന്നത് ആത്മീക വരങ്ങളും ശുശ്രൂഷകളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അതിൽ ഇന്നത്തെ വിഷയമാണ് കൂട്ടായ്മയുടെ പ്രവർത്തികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. അതിനാധാരമായി ഒരു വേദഭാഗം വായിക്കാം. അത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 11-12 വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു: അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു പക്ഷികളെ കുറിച്ച് ഒരു ഉദാഹരണം നൽകിയിരിക്കുകയാണ്. അതായത് ഈ എരണ്ട പക്ഷികൾ എന്ന് പറയുന്ന പക്ഷികൾ വി രൂപത്തിൽ, അതായത് അവര് കൂട്ടമായി പറക്കുമ്പോൾ അവർ അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയാണ് പറക്കുന്നത്. വി രൂപത്തിൽ ആണത് പറക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വി ഷേപ്പ് ഉണ്ടാക്കി പറക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നതാണ്. ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ മനസ്സിലായത്, കാറ്റിന്റെ പ്രതിരോധം കുറയ്ക്കാനാണ് ഇവരിങ്ങനെ വി ഷേപ്പിലൂടെ പറക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല അവർ ചെയ്തത്, പക്ഷികൾ ഇങ്ങനെ കൂട്ടമായി പറക്കുമ്പോൾ കുറച്ച് പക്ഷികൾ മുമ്പിലും കുറച്ച് പക്ഷികൾ പുറകിലുമാകും. അപ്പൊ മുമ്പേ പോകുന്ന പക്ഷികൾ ഉത്സാഹത്തോടെ പറക്കും. അത് പുറകെ പോകുന്നവർക്ക് പ്രചോദനം നൽകും. മുൻപേ പോകുന്ന പക്ഷികൾ ഇടയ്ക്ക് ക്ഷീണിക്കുമ്പോൾ അവര് പുറമോട്ട് മാറുകയും പുറകിലുള്ളവർ ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ പോകുന്നു എന്നാണ് പഠനം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അവരതിനെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ, വിശദമായി പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഓരോ പക്ഷിയുടെ ചിറകുകൾ പിന്തുടരുന്ന പക്ഷിക്ക് ചിറക് പരമാവധി വിടർത്തി ഉയർന്നു പറക്കാനുള്ള ഉത്സാഹം സൃഷ്ടിക്കുന്നുവെന്നാണ്. അതായത് മുമ്പേ പറക്കുന്ന പക്ഷിയുടെ പുറകിൽ ചിറക് നോക്കി പറക്കുന്ന പക്ഷിക്ക് പറക്കുവാനുള്ള ഉത്സാഹം കൂടുതൽ വർദ്ധിക്കുന്നു എന്ന് ഈ പഠനത്തിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഓരോ എരണ്ട പക്ഷിക്കും ഒറ്റയ്ക്ക് പറക്കുന്നതിനേക്കാൾ 70% ദൂരം കൂടുതൽ ഇങ്ങനെ ഒരുമിച്ച് പറക്കുമ്പോൾ പറക്കാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ തലവാചകം അഥവാ ഹെഡിങ് എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ പ്രവർത്തനം എന്നുള്ളതാണ്. കൂട്ടായ്മയുടെ പ്രവർത്തികൾക്കായി നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ സംഘടിതമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ശക്തി അല്ലെങ്കിൽ കൂടുതൽ ഫലപ്രാപ്തിയിലെത്താൻ കഴിയും എന്നുള്ളതാണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ സംഘടിത പ്രവർത്തനത്തിന് സിനർജി എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അത് വ്യക്തിഗതമായി നേടിയ ഫലത്തേക്കാൾ വലിയ ഫലം സൃഷ്ടിക്കുന്നതിന് കൂടുതൽ ആളുകളുടെ അല്ലെങ്കിൽ ഘടകങ്ങളുടെ സഹായിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സിനർജി എന്ന വാക്ക് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നതാണ്. സിനർഗോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഈ സിനർജി എന്ന പദം വന്നത്. ആ സിനർഗോസിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സഭ എന്ന നിലയിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ സഭ ഈ വാക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിന്റെ പദ്ധതിയെ സിനർജി, അതായത് കൂട്ടമായി സംഘടനയായി പ്രവർത്തിക്കുക എന്നതിനെയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ കീഴിൽ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു എന്ന് അപ്പോസ്തലൻ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മനുഷ്യ ശരീരം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങൾ അത് പരസ്പര ആശ്രിതമാണ്. എന്നുവെച്ചാൽ ഓരോ അവയവത്തിനും മറ്റു അവയവത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ശരീരഭാഗം മറ്റ് ഭാഗത്തിന്റെ സഹായം കൂടാതെ പ്രവർത്തിക്കുന്നെങ്കിൽ അതിനെ വെറും ഒരു മാംസപിണ്ഡമെന്നോ അല്ലെങ്കിൽ അതിനെ ഒരു ക്യാൻസർ കോശങ്ങളെന്നോ ഒക്കെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പൊ ശരീരഭാഗങ്ങൾ
പരസ്പരം ആവശ്യമുള്ളതുപോലെ സഭയിലെ അംഗങ്ങൾ പരസ്പരം ആവശ്യമുള്ളവരാണ്. സഭയിൽ നമുക്കറിയാം പ്രധാനമായും സഭയുടെ പ്രധാന പ്രവർത്തകൻ എന്ന് പറയുന്നത് പാസ്റ്ററാണ്. എന്നാൽ അതേസമയം ശുശ്രൂഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ശുശ്രൂഷിക്കുന്ന പാസ്റ്ററെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ സഭയിലെ അംഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് തിരുവെഴുത്ത് ചിലപ്പോൾ സഭയിലെ ചില വിശ്വാസികളെ തിരുവെഴുത്ത് ശുശ്രൂഷയ്ക്കായി അവരെ സജ്ജമാക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ എഫേസ്യരുടെ 4-ാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യം വായിച്ചപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അപ്പോൾ പാസ്റ്റർമാരും സഭാ അംഗങ്ങളും ചേർന്ന് സഭയെ രൂപപ്പെടുത്തുന്നു. അവർ കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ വലിയ ഫലം ലഭ്യമാകുന്നു. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ, ഒറ്റതിരിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ വളരുന്നതിനേക്കാൾ, ഒറ്റതിരിഞ്ഞ് പ്രവർത്തിച്ചാലും ഫലമൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒറ്റതിരിഞ്ഞ് പ്രവർത്തിക്കുന്നതിനേക്കാളും വലിയ ഫലപ്രാപ്തിയിലെത്താൻ കഴിയുന്നത്, സഭ ശക്തമായി വളരാൻ ഇടയാക്കുന്നത് ആ കൂട്ടായ പ്രവർത്തനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ സഭയിലെ വിശ്വാസികൾ എന്ന നിലയിൽ, സഭ അംഗങ്ങൾ എന്ന നിലയിൽ പാസ്റ്ററുമായി ചേർന്ന് കൂട്ടായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ സന്ദേശം, ഈ മോർണിംഗ് മന്ന നമ്മളെ ഓരോരുത്തരെയും അങ്ങനെ കൂട്ടായി പ്രവർത്തിക്കുവാൻ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് എങ്ങനെ പരസ്പരം സഹായകരമാകുന്നു എന്നതുപോലെ നമ്മൾ സഭാവിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ആ മുഴു ശരീരമാകുന്ന ക്രിസ്തു എന്ന സഭയുടെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെങ്കിൽ നിശ്ചയമായും ക്രിസ്തു എന്ന തലയോളം നമുക്ക് സഭയായി വളരുവാൻ ഇടയാകും. അത് വലിയ ഫലം നൽകും. ആ ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ വചനം അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കുറ്റപ്പുഴ സഭയിലെ വിവേകന്റെ ജന്മദിനമാണ്. ആ വിവേകനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ രാവിലത്തെ നല്ല മണിക്കൂറുകൾക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതം കാണുവാൻ അവിടെ നിങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. അങ്ങയുടെ കരുതൽ നടത്തിപ്പ് മാത്രമാണ് അടികൾക്ക് അത് അവസരമാക്കി ലഭ്യമായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അടികളെ അവിടുത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് പോലെ ഒരു സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും പാസ്റ്ററും വിശ്വാസികളുമായി ഒരുമിച്ച് ചേർന്ന് കൂട്ടായി പ്രവർത്തിച്ച് ക്രിസ്തു എന്ന തലയോളം സഭ വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഇതുവരെയും അങ്ങനെ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ കർത്താവ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജന്മദിനം ഓർക്കുന്ന വിവേകിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വയസ്സുകൂടി, ഒരു വർഷം കൂടി കർത്താവ് പ്രിയപ്പെട്ട സഹോദരൻ നീട്ടിക്കൊടുത്തല്ലോ. തുടർന്നുള്ള വർഷത്തിലും ദൈവത്തിന് കൊള്ളാവുന്ന ജീവിതം നയിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജന്മദിന ആശംസകളും നേരുന്ന കർത്താവെ ആരോഗ്യവും ബലവും ജ്ഞാനവും ആയുസ്സും ഒക്കെ അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാം നമ്മളാൽ നിറക്കണം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരം സമർപ്പിക്കുന്ന കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തെ ഏറ്റവും ബഹുമാന്യ യോഗ്യമായി കൊണ്ടാടുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ എല്ലാം നമ്മളാൽ നിറക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ല ഒരു വിശുദ്ധ ശബദിന്റെ ആശംസകൾ നേരുന്നു. ഈ വിശുദ്ധ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക ശബദിന്റെ ചിന്തയോടുകൂടി ശബദിനെ പൂർണ്ണമായി അനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.